കേരളത്തിൽ ബിജെപിയിലെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നതിനിടെ ബിജെപി സംസ്ഥാന സമിതി കൊല്ലത്ത് ചേരും. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ബീച്ച് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ബിജെപി സംസ്ഥാന സമിതി യോഗം ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ നേതൃത്വം നൽകും. വിവരങ്ങളുമായി രാജ്കുമാർ കൂടി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. രാജ്കുമാർ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജെപിയിൽ നിലവിൽ നിൽക്കുന്ന കേരള ഘടകത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം ഇന്ന് ചേരുന്ന യോഗത്തിൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയാണ് കാണേണ്ടത്. തീർച്ചയായിട്ടും ഇതില് ഒരു കമ്പനിയാക്കി മാറ്റി ആ കമ്പനിയിലെ തൊഴിലാളികളാക്കി ബി.ജെ.പി. നേതാക്കളെയും പ്രവർത്തകരെയും രാജീവ് ചന്ദ്രശേഖർ മാറ്റി എന്ന ഒരു കടുത്ത ആക്ഷേപം ഇന്നേ വരെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേൾക്കാത്ത ഒരു പഴിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നടപ്പിലാക്കുന്ന നയങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. ഒപ്പം തന്നെ ഇതില് അദ്ദേഹത്തിന് എം.സി. രമേശും അതുപോലെ കൃഷ്ണദാസ് പക്ഷം മാത്രമാണ് പിന്തുണയുമായി രംഗത്തുള്ളത്. മറ്റുള്ള കെ സുരേന്ദ്രൻ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ അദ്ദേഹം കോർ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇന്നത്തെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അതിന് കാരണമായി പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിലവിലെ ഈ സാഹചര്യത്തില് ഇന്നത്തെ യോഗം നദ്ദ പങ്കെടുക്കുന്ന ആ യോഗത്തിൽ ഈ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഉയർത്തുമോ എന്ന് പറയാനുമാകില്ല. എന്തായാലും രാത്രി 8 മണി വരെ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും രാജ്കുമാർ, രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന കേരള ഘടകത്തിലെ പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗമാണ് ഇന്ന് കൊല്ലത്ത് ചേരുന്നത്. തീർച്ചയായും ഈ ബി.ജെ.പിക്കുള്ളിൽ ഒരു വിഭാഗം തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രംഗത്തെത്തുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരുന്നത്. തീർച്ചയായും അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതെ, ഇതില് നിലവില് അനൂപ് ആന്റണി അതുപോലെ സുരേഷ് ഇവർ രണ്ടുപേരുടെയും ഒരു കളിപ്പാവ് അല്ലെങ്കിൽ തലയാട്ടി ബൊമ്മയായി രാജീവ് ചന്ദ്രശേഖർ മാറി അവരാണ് ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉയരുകയാണ്. അതേസമയം തന്നെ ഇതില് കെ സുരേന്ദ്രൻ പക്ഷം വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഈ യോഗങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ഇപ്പോൾ പുതിയ ഭാരവാഹികൾ തന്നെ നിരവധി പേരെ കൃഷ്ണദാസ് പക്ഷത്തു നിന്ന് അവർക്ക് ഈ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാനായി എന്നുള്ളത് കൃഷ്ണദാസ് പക്ഷത്തിന്റെ ഒരു നേട്ടമായിരുന്നു. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നപ്പോൾ കൃഷ്ണദാസ് പക്ഷത്തെ വെട്ടിനിരത്തിയിരുന്നു. എന്നാൽ അതിനൊരു മറുപടിയായിട്ടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ അദ്ദേഹത്തിന്റെ ഒരു വരവും. അദ്ദേഹം ഇക്കാര്യത്തില് ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോൾ കൃഷ്ണദാസ് പക്ഷത്ത് നിന്ന് കൂടുതൽ ആളുകൾക്ക് അവസരം നൽകുകയും ചെയ്തു. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.